വ്രതശുദ്ധിയുടെ നോമ്പുകാലത്ത് ഡ്രൈ ഫ്രൂട്ട്സ് വിഭവങ്ങളുമായി മിഠായിത്തെരുവ് സജീവമാകുന്നു. മലബാറുകാർക്ക് തങ്ങളുടെ നോമ്പുകാലത്ത് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായി ഉണക്കപ്പഴങ്ങൾ മാറുന്നു. മിഠായിത്തെരുവിന്റെ പ്രവേശന കവാടമാണിത്. റമളാൻ നോമ്പുകാലത്ത് എണ്ണപ്പലഹാരങ്ങളും പഴവർഗ്ഗങ്ങളും കൊണ്ട് സജീവമാകുന്ന മിഠായിത്തെരുവിലെ മറ്റു കടകളിൽ നിന്നും ഡ്രൈ ഫ്രൂട്ട്സ് വിപണനം കൊണ്ട് വ്യത്യസ്തമാവുകയാണ് CPA സ്റ്റോർ. കലർപ്പില്ലാത്തതും നിറം ചേർക്കാത്തതുമായ യഥാർത്ഥ സാധനങ്ങളാണ് ഇവിടെ വിൽക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഈ കടയുടെ മറ്റൊരു പ്രത്യേകത. പണ്ടുകാലത്ത് നോമ്പ് തുറക്കാൻ തരിക്കഞ്ഞി കേരളീയർക്ക് നിർബന്ധമായിരുന്നു. റവ, ഏലക്ക, ചെറിയ ഉള്ളി, പഞ്ചസാര, നെയ്യ് എന്നിവ ഉപയോഗിച്ചായിരുന്നു മുൻകാലത്ത് തരിക്കഞ്ഞി. എന്നാൽ ഇന്ന് അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി യഥേഷ്ടം ലഭ്യമായതോടെ തരിക്കഞ്ഞിയിലെ താരമായി ഇവയും മാറി. നോമ്പ് തുറയ്ക്ക് സമ്മാനമായി ഇപ്പോൾ ആളുകൾ നൽകുന്നത് ഉണക്കപ്പഴങ്ങളടങ്ങിയ പെട്ടികളാണ്. ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ക്ഷീണമകറ്റാൻ ഉപകാരപ്രദമാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈ ഫ്രൂട്ട്സിന് നോമ്പുകാലത്ത് ചിലവേറെയുണ്ടെന്ന് കടയുടമ അബ്ദുക്ക പറയുന്നു. നോമ്പ് തുറക്ക് നമുക്ക് നോമ്പിനൊക്കെ ഇതെല്ലാവരും വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ മുസ്ലിംസ് അല്ലാത്ത ആളുകളും ഇപ്പോഴും ഈ ഡ്രൈ ഫ്രൂട്ട്സ് കണ്ടമാനം വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ശരീരത്തിനൊക്കെ ഗുണം ചെയ്യുന്നതാണ്. സ്പെഷ്യലി സ്ത്രീകൾക്ക്, ഗർഭിണികൾക്ക്, കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നല്ല ഗുണം ചെയ്യുന്നുണ്ട്. മുൻപ് ഉത്തരേന്ത്യയിൽ മാത്രം ഉപയോഗിച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇന്ന് കേരളീയർക്കും ഏറെ പ്രിയപ്പെട്ടതാണ്. അതിൽ തന്നെ കോഴിക്കോട്ടുകാരാണ് ഈ പഴങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. കാരക്കയും പച്ചവെള്ളവും കൊണ്ട് നോമ്പ് തുറക്കുന്നതായിരുന്നു നബിയുടെ പതിവ്. CPA സ്റ്റോറിൽ കൂടുതൽ ചിലവാകുന്നതും കാരക്ക തന്നെയാണ്. മിഠായി തെരുവിലെ CP സ്റ്റോറിൽ നിന്നും ക്യാമറമാൻ വിശാഖിനൊപ്പം ഷമീന, ജില്ലാ വാർത്തകൾ.